നമ്മുടെ കേരളത്തിൽ നാട്ടിൻപുറവും നഗരവും തമ്മിൽ ഇപ്പോൾ വേർതിരിക്കാൻ വലിയ പാടാണ്. എന്നാൽ നാട്ടിൻപുറവും നഗരവും ഒരുപോലെ രാവിലെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു ചായടറി. അപ്പോൾ ഞാനും ഒരു ചായ കുടിച്ചിട്ടാണ് ഈ ഫ്ലോറിലേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ആളുകളെ കൂട്ടിയിണക്കുന്ന ഒരു പാനീയമായിട്ട് ചായ മാറിയിട്ടുണ്ട്. ശരിക്കും മലയാളിയുടെ ഒരു എനർജി ഡ്രിങ്കാണ് ഈ ചായ. ഒരു ചായയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടുന്നില്ലേ. ഒരു ദിവസം മുഴുവൻ ഓടാൻ രക്തത്തിൽ ആവേശം നിറയ്ക്കുന്ന ഒരു സാധനമായിട്ട് നമ്മുടെ ഈ ചായ മാറിയിട്ടുണ്ട്. അതേസമയം ഈ പുതിയ മെഡിക്കൽ സയൻസിൻ്റെ കാലത്ത് ഒരുപാട് പാൽ ഉള്ളിച്ചെല്ലുന്നു, അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ഈ ചായ ഒരു മുഖസാക്ഷിയാണ്. ഒരു കപ്പ് ചായയുമായിട്ട് ഞാനും ഒരു കപ്പുമായിട്ടാണല്ലോ ഈ മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കൂടുതൽ ചായ കുടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചായയുടെ കാര്യത്തിൽ നമ്മൾ പലതും തർക്കിച്ചിട്ടുണ്ട്. ചായ ഗ്ലാസ് പിടിച്ച് നമ്മൾ പ്രണയിച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ നമ്മൾ എത്ര ദൂരം ഓടിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ നടന്നുപോയി ഒരു ചായക്കട കണ്ടെത്തി ചായ കുടിക്കുന്ന ആളുകളുമുണ്ട്. ചായക്ക് വേണ്ടി എന്ത് സ്ട്രെയിൻ നമുക്ക് എടുക്കും. ചായ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും തരം ചായകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സ്ട്രോങ് ചായ, ലൈറ്റ്, ഒരു മീഡിയം മതി, വിത്തൗട്ട് ചായ മതി. ഇങ്ങനെ പോകുന്നു ചായയുടെ വൈവിധ്യം. അപ്പോൾ സുലൈമാനി എന്നൊരു ചായയുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ചായ. മോനെ ഫൈസി, ഓരോ സുലൈമാനിയിലും ഇത്തിരി കിസ്മത്ത് നീ ചേർക്കണമെന്ന ഉസ്താദ് ഹോട്ടലിൽ തിലകൻ പറയുന്ന ഒരു ഡയലോഗിലെ ദുൽഖർ സൽമാനോട് കരീം ഖ എന്ന കഥാപാത്രം. അപ്പോൾ അത് നമ്മൾ മറന്നിട്ടില്ല. മലയാളികൾക്ക് അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. സ്നേഹമൊക്കെ ചേർത്ത് ഇത്തിരി ചായ കുടിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ജീവിതത്തിലില്ല. ഒരു കോപ്പ ചായയുടെ പേരിൽ ഈ ലോകത്തൊരു വിപ്ലവം വരെ നടന്നിട്ടുണ്ട്. അമേരിക്കയിലെ ബോസ്റ്റൺ ടീ പാർട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1773 സംഭവിച്ച സാധനം. അപ്പോൾ പ്രാതിനിധ്യം നൽകാതെ നികുതി പിരിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അമേരിക്കൻ കോളനികളിൽ വിൽക്കാൻ വെച്ച തേയില കപ്പൽ നിന്ന് ആളുകളെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതാണ് ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്നായി മാറിയത്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് $1.7 മില്യൺ നഷ്ടമുണ്ടായി എന്നാണ് ചരിത്രത്തിലെ കണക്ക്. ചില്ലറ മുതലല്ല കേട്ടോ, മനസ്സിലായില്ലയോ? പ്രണയത്തിലും വിപ്ലവത്തിലും നൈരാശ്യത്തിലും നമുക്കൊപ്പം പതറാതെന്നത് ഈ സ്ട്രോങ് ചായയാണ്. ഒരു കപ്പ് ചായയുമായിട്ട് നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ വിത്ത് ടീ, എ സ്ട്രോങ് ടീ. ഒരു എനർജി ഡ്രിങ്കായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങൾ ഒരുപാട് പാല് കുടിച്ച് ആമാശയത്തിന് കുഴപ്പമുണ്ടാക്കരുത്. അതേസമയം എല്ലാം മിനിമം ചേർത്ത് നല്ല ഇതിൽ സ്നേഹവായ്പോടെ ഒരു ചായ കൈ കൊടുത്താൽ ആ ചായ ആ ഒരു ദിവസം തീരുമാനമെടുക്കും. നമ്മളെ എനർജൈസ് ചെയ്യാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.